ഹലോ ഗൈസ്, വെൽക്കം ടു പർച്ചേസ് വ്ലോഗ്. ഇന്ന് നമുക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ കണ്ട ആ ഒരു ബൊക്ക നമുക്ക് ഒരു കസ്റ്റമർക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ ഞാനും എന്റെ അനിയത്തിയും കൂടിയാണ് കേട്ടോ. ചാവക്കാടാണ് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങോട്ട് അത് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ്. കസ്റ്റമർ നമ്മളോട് 4 മണിക്ക് എത്താനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എത്തിയപ്പോ ഒരു 4:03 ആയി, 3 മിനിറ്റ് ലേറ്റ് ആയി. കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചാവക്കാടിന് ബസ് കയറി നേരെ തൃപ്രയാറിലോട്ട് പോവാണ്. അവിടെയാണ് നമുക്ക് പർച്ചേസിംഗ് ഉള്ളത്. നാളെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് കുറച്ച് ഐറ്റംസ് വാങ്ങണം, പിന്നെ കുറച്ച് ഡ്രസ്സിന് ആർട്ട് മെറ്റീരിയൽ. അപ്പൊ നമ്മൾ നേരെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോ പറഞ്ഞ നവാമാർട്ടിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്. അത്യാവശ്യം അൽക്കുത്ത സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 4:30 ആകുമ്പോ പോയിട്ട് ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് 6 മണി സമയത്താണ് കേട്ടോ. നമ്മൾ അർച്ചന ഷോപ്പ് അന്വേഷിച്ച് നടക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഷോപ്പ് അവസാനം കിട്ടി. എന്തായാലും എല്ലാം നല്ല വിലക്കുറവിലാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത്. പക്ഷെ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണല്ലോ പോകുന്നത്, അപ്പൊ വിലക്കുറവ് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു അടിപൊളി ഡ്രസ്സ് വാങ്ങിട്ടോ. ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ ഗണേശമംഗലത്തോട്ടാണ് പോയത്. കാരണം ബർത്ത്ഡേ ബോയ്ക്ക് എന്തെങ്കിലും ഒരു ടോയ്സ് വാങ്ങണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ നേരെ അവിടെയുള്ള ജനതാ ഹോം മാർട്ടിലോട്ടാണ് പോയത്. ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസ്. ഇന്ന് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. നമ്മൾ നേരെ പോയത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ്. അവിടെയാണ് ടോയ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ അവൾ എന്തൊക്കെയോ പോയി എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഓരോന്നിന്റെ റേറ്റ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ച് സാധനങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പർച്ചേസ് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ, റേറ്റ് നോക്കുന്നതാണ്. ആൺകുട്ടികൾക്ക് പൊതുവെ ഇങ്ങനത്തെ കാറും വണ്ടികളൊക്കെയാണല്ലോ താല്പര്യം. അപ്പൊ നമ്മൾ ആ ഒരു സെക്ഷനിൽ പോയിട്ട് ഓരോ നോക്കുകയാണ് ചെയ്തത്. പിന്നെ വിചാരിച്ചു ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ താഴത്തേക്ക് പോവാണ്. ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ഇറങ്ങുന്ന വഴി നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. സെയിലിന് വെച്ച ഫ്രെയിം ഒന്നുമല്ല കേട്ടോ, ഇത് വരച്ച ആളുകളാണ്. കാരണം ഈ ഷോപ്പിന്റെ പെയിന്റിംഗ് കോൺട്രാക്ടർ അച്ഛനായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് അച്ഛൻ അവളെ കൊണ്ട് വരപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഇത്. അത് ഷോപ്പിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ വെച്ചിട്ട് നമ്മള് പോയിട്ട് കുറച്ച് ഷാർപ്നർ ഒക്കെ നോക്കുന്നത്. അത് നല്ല ക്യൂട്ട് ആയിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കാരണം അത്രയധികം കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഇറങ്ങിയപ്പോ തന്നെ 7:30 ആയിട്ടോ. പിന്നെ ബസ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് കിട്ടിയത്. അങ്ങനെ നമ്മൾ തൃത്തല്ലൂർ എത്തി. ചേട്ടനാണെന്നുണ്ടെങ്കിൽ തറവാട്ടിലോട്ട് അമ്മനെ വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനമ്മയൊക്കെ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവളും കൂടെ നേരെ പോയത് തറവാട്ടിലോട്ട്. അവിടെ നിന്ന് തൃത്തല്ലൂരിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ സൈഡ് സർപ്രൈസ് പാർട്ടി ആണെന്നാണ് ഞാനൊരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ചേട്ടൻ കുറച്ച് ദിവസമായി ചോദിക്കുന്ന ശനിയാഴ്ച ഒഴിവാണോ എന്നുള്ളത്. പക്ഷെ ഇതിനാന്ന് അറിയില്ലായിരുന്നു കേട്ടോ. 2 ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല ഫുഡൊക്കെ വെച്ച് സെറ്റ് ആയിരുന്നു. സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ആയിട്ടെന്നും പറഞ്ഞ് സൽവാർ മെറ്റീരിയൽ ആണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഇനി നമുക്കൊരു പാട്ട് കിട്ടാലോ. പല്ലില്ലാത്ത അവളാണ് കേട്ടോ, പല്ലേക്കണ കാര്യം പറയുന്നത്. എന്തായാലും നമ്മുടെ കുഞ്ഞമ്പുന്റെ പാട്ടും ഈ കുട്ടി വ്ലോഗും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.